ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ എന്ന പോമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദ ലിറ്റിൽ ബോയ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയൊരു ആൺകുട്ടി അല്ലേ. ഓൾഡ് മാൻ എന്ന് പറഞ്ഞാലോ വയസ്സായ ഒരു മനുഷ്യൻ. ഓക്കെ, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ആൺകുട്ടിയുടെയും അതുപോലെ തന്നെ വയസ്സായ ഒരു മനുഷ്യൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഈ ഒരു പോം വായിക്കുന്നുണ്ട്. അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ, ഓരോ ലൈനിൻ്റെയും മലയാളം അർത്ഥം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയൊരു സമ്മറി അല്ലേ, ചെറിയൊരു ആശയം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ പാഠഭാഗം മുഴുവനായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. Said the little boy, sometimes I drop my spoon. Said the little old man, I do that too. The little boy whispered, I wet my pants. I do that too. Laughed the little old man. Said the little boy, I often cry. The old man nodded, so do I. But worst of all, said the boy, it seems grown-ups don't pay attention to me. And he felt the warmth of a wrinkled old hand. I know what you mean, said the little old man. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഈ ചെറിയൊരു ആൺകുട്ടിയും അതുപോലെ തന്നെ ഈ പ്രായം ചെന്ന ഇയാളും തമ്മിലുള്ള കോൺവെർസേഷനാണ്, സംഭാഷണമാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാവും പറയുന്നത്? സെഡ് ദ ലിറ്റിൽ ബോയ്, ആൺകുട്ടിയാണ് ആദ്യം പറയുന്നത്. എന്താണ്? സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ, ഞാൻ ചില സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് സ്പൂൺ താഴെ വീഴാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? വയസ്സായ മനുഷ്യൻ. സെഡ് ദ ലിറ്റിൽ ഓൾഡ് മാൻ, ഐ ഡു ദാറ്റ് ടു, അദ്ദേഹം പറയാണ് ഐ ഡു ദാറ്റ് ടു. ഐ ഡു ദാറ്റ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, ഞാനും അത് ചെയ്യാറുണ്ട് അല്ലേ. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ സ്പൂണ് താഴെ വീഴാറുണ്ട്. ഇനി ദ ലിറ്റിൽ ബോയ് വിസ്പേർഡ്, ഐ വെറ്റ് മൈ പാൻസ്. എന്താണ്? ലിറ്റിൽ ബോയ് വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ ശബ്ദം താഴ്ത്തി പറയില്ലേ, സ്വകാര്യം പറയുമ്പോഴൊക്കെ നമ്മൾ പറയില്ലേ, വിസ്പർ ചെയ്യാണ്, ബാക്കിയുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടി അവൻ വിസ്പർ ചെയ്തുകൊണ്ട് പറയാണ്. എന്താണ്? ഐ വെറ്റ് മൈ പാൻസ്, ഞാൻ ഇടയ്ക്ക് എൻ്റെ ട്രൗസർ നനയ്ക്കാറുണ്ട് അല്ലേ, ഞാൻ അറിയാതെ ഇടയ്ക്ക് മൂത്രം ഒഴിക്കാറുണ്ട് എന്നാണ് അവൻ പറയുന്നത്. ഐ ഡു ദാറ്റ് ടു, ലവ് ദ ലിറ്റിൽ ഓൾഡ് മാൻ. അപ്പോൾ പ്രായം ചെന്ന ആ മനുഷ്യൻ പറയാണ് അല്ലേ, പ്രായം ചെന്ന ആൾ എന്താ പറയുന്നത്? ഞാനും ഇടയ്ക്ക് അതൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് അല്ലേ. പ്രായമായി കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും അല്ലേ. അപ്പോൾ അദ്ദേഹവും ഇടയ്ക്ക് അങ്ങനെ അറിയാതെ അദ്ദേഹവും ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. Said the little boy, I often cry. The old man nodded, so do I. ആ ലിറ്റിൽ ബോയ് എന്താ പറയുന്നത്? ഐ ഓഫൺ ക്രൈ, ഞാൻ പലപ്പോഴും കരയാറുണ്ട് അല്ലേ. ക്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? കരയാറുണ്ട് എന്നാണ് പറയുന്നത്. ദ ഓൾഡ് മാൻ നോഡഡ്, നോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ തലയാട്ടില്ലേ, തലയാട്ടിക്കൊണ്ട് പറയില്ലേ, അതിനെയാണ് നോഡ് ചെയ്യാന്ന് പറയുക. സോ ഡു ഐ, ഞാനും അത് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യാറുണ്ട്? ആ ചെറിയ കുട്ടിയെ പോലെ അദ്ദേഹവും കരയാറുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഇനി But worst of all, said the boy, it seems grown-ups don't pay attention to me. But worst of all, പക്ഷേ ഇതൊന്നുമല്ല, ഏറ്റവും ചീത്തയായ കാര്യത്തിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുക. അപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് സീംസ് ഗ്രോൺ-അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. ഗ്രോൺ-അപ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മുതിർന്ന ആൾക്കാർ അല്ലേ, വലിയ ആൾക്കാർ. ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ ആവാം, ചേട്ടനോ ചേച്ചിയോ ആരെങ്കിലും ആവാം. അപ്പോൾ ഗ്രോൺ-അപ്സ്, വലിയ ആൾക്കാരൊന്നും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ. ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ എന്ന് പറഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കുന്നതേ ഇല്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവരൊട്ടും തന്നെ ചെവികൊള്ളുന്നില്ല എന്നാണ് കുട്ടി പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത് ഓൾഡ് മാൻ? നമുക്ക് നോക്കാം. And he felt the warmth of a wrinkled old hand. I know what you mean, said the little old man. എന്താ പറയുന്നത്? And he felt the warmth of a wrinkled old hand. wrinkled old hand എന്ന് പറഞ്ഞാൽ എന്താ? ചുക്കി ചുളിഞ്ഞ കൈ. കണ്ടോ, ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെയുള്ള കൈകളെയാണ് wrinkled old hand എന്ന് പറയുക. അപ്പോൾ വയസ്സായ ആൾ അവൻ്റെ കൈയിൻ്റെ മുകളിൽ കൈ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ കൈയിൻ്റെ ചൂട്, അതിനെയാണ് എന്ത് പറയുന്നത്? വാംത്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം അവനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്? ഐ നോ വാട്ട് യു മീൻ. എന്താണ്?
ഐ നോ വാട്ട് യു മീൻ. നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്നാണ് ഓൾഡ് മാൻ പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിൻ്റെയും വാക്ക് ഇപ്പോൾ ആരും ചെവിക്കൊള്ളാറില്ല അല്ലേ. വയസ്സായി കഴിഞ്ഞാൽ എന്താണ്, പലർക്കും വയസ്സായ ആൾക്കാരൊരു ബാധ്യത പോലെയാണ്. അവർ പറയുന്നതൊന്നും ആരും കേൾക്കില്ല അല്ലേ. അവർ പറയുന്നത് കേൾക്കാനോ അവരുടെ കൂടെ ഇരിക്കാനോ ആർക്കും സമയമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടിയുടെ മനസ്സും അതുപോലെ തന്നെ വയസ്സായ ആ അപ്പൂപ്പൻ്റെ മനസ്സും ഒരുപോലെയാണെന്നാണ് പറയുന്നത് അല്ലേ. രണ്ടുപേർക്കും പല കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ അപ്പൂപ്പൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ എന്താണ് ഇപ്പോൾ പ്രായമായല്ലേ, അവർ വിചാരിക്കുന്ന പോലെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റാരും അവരെ ശ്രദ്ധിക്കുന്നുമില്ല. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സും ഈ അപ്പൂപ്പൻ്റെ മനസ്സും ഒരുപോലെ തന്നെയാണ്, അവരുടെ സങ്കടങ്ങളും ഒരുപോലെയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. ഇത് എഴുതിയിരിക്കുന്നത് ഷെൽഡൻ ആലൻ ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ പോയറ്റാണ്, സിംഗറാണ്, കാർട്ടൂണിസ്റ്റാണ്. ഓക്കെ, അദ്ദേഹം പല കുട്ടികളുടെ പുസ്തകങ്ങളും എഴുതാറുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചത് എന്തിനാണ്? അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുള്ള പോംസ് ഒക്കെയാണ് കേട്ടോ. അദ്ദേഹത്തിന് 1970 ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കവിത ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ എടുത്തിട്ടുള്ളത് ഏത് പുസ്തകത്തിൽ നിന്നാണ്? വേർഡ്സ് അലൈവ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ വേറെയും പല പോംസും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു സമ്മറി നോക്കാം. അപ്പം നമുക്ക് നോക്കാം. ഇൻ ദിസ് പോം ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ആർ നെഗ്ലെക്റ്റഡ് ബൈ അതേഴ്സ്. ബോത്ത് ഓഫ് ദം ഡ്രോപ്പ് ദെയർ സ്പൂൺസ്, വെറ്റ് ദെയർ പാൻസ് ആൻഡ് ക്രൈ. Thus they have the same bad habits, they differ only in their age. എന്താ പറയുന്നത്? ഈ ലിറ്റിൽ ബോയും ആ ചെറിയ ആൺകുട്ടിയും അതുപോലെ തന്നെ ആ വയസ്സായ ആ മനുഷ്യനും അല്ലേ, ആ വയസ്സായ ആളും എന്താണ്, ബാക്കിയുള്ളവരാൽ നെഗ്ലെക്റ്റ് ചെയ്യപ്പെട്ടവരാണ്, അവഗണിക്കപ്പെട്ടവരാണ്. അതായത് ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, അവർ രണ്ടുപേരും എന്താണ്, സ്പൂണ് നിലത്തിടാറുണ്ട്, അതുപോലെ തന്നെ ട്രൗസർ നനയ്ക്കാറുണ്ട്, അതുപോലെ തന്നെ കരയാറുമുണ്ട്. അപ്പോൾ അവരുടെ ബാഡ് ഹാബിറ്റ്സ്, അവരുടെ ശീലങ്ങളൊക്കെ എന്താണ്, ഒരുപോലെയാണ്. അവരിലെ വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ, ഒരാൾ പ്രായമേറിയ ആളാണ്, ഒരാൾ ചെറിയൊരു കുട്ടിയാണ്. അവരുടെ വയസ്സിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. And the boy said that adults did not pay attention to him. The old man held his hand and said he understands the feeling. The old man can be seen as the future and the little boy the past. അല്ലേ, എന്താ പറയുന്നത്? ആൾക്കാരൊന്നും അവനെ ശ്രദ്ധിക്കില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അയാൾക്ക് അവൻ്റെ ഫീലിങ്സ്, അവൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വയസ്സായ ആളുടെ ബാല്യകാലമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ പാസ്റ്റായിട്ട്, കഴിഞ്ഞ കാലമായിട്ട് നമുക്ക് ആ കുട്ടിയെ കാണാം. പിന്നെയോ ഇനി ആ വാർദ്ധക്യത്തിലുള്ള ആ മനുഷ്യനോ നമ്മുടെ ഫ്യൂച്ചറാണ് അല്ലേ. നമ്മൾ വളർന്ന് വലുതായി അല്ലേ. ഇപ്പം 20 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഇനി 50, 60, 70 വയസ്സിലേക്കൊക്കെയാണ് നീങ്ങുന്നത് അല്ലേ. ഇപ്പോൾ ആ വയസ്സായ ആളെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫ്യൂച്ചറാണ്, നമ്മുടെ ഭാവിയാണെന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ സമ്മറി വരുന്നത്. ലെറ്റ്സ് റീവിസിറ്റ് ദ പോയം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഐഡൻറ്റിഫൈ സിമിലർ ആക്ടിവിറ്റീസ് ഓഫ് ദ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ആ കുട്ടിയുടെയും അതുപോലെ തന്നെ ആ ഓൾഡ് മാൻ്റെയും സിമിലാരിറ്റി, സമാനതകൾ ഏതൊക്കെയാണ് അത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എഴുതാം. ബോത്ത് ഓഫ് ദം യൂസ് ടു ഡ്രോപ്പ് സ്പൂൺ, വെറ്റ് പാൻസ് ആൻഡ് ക്രൈ. ഓക്കെ, സ്പൂൺ നിലത്തിടാറുണ്ട്, പാൻസ് നനയ്ക്കാറുണ്ട്, അതുപോലെ തന്നെ എന്താണ്, കരയാറുമുണ്ട്. ഇനി അടുത്ത ചോദ്യം. ഐ നോ വാട്ട് യു മീൻ, വൈ ഡസ് ദ ഓൾഡ് മാൻ സേ സോ. നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തുകൊണ്ടാണ് ആ വയസ്സായ മനുഷ്യൻ അങ്ങനെ പറഞ്ഞത്? The old answer ഇതാണ്. The old man also has the same problems like the little boy. He understands the situation. എന്താണ്, ആ കുഞ്ഞു കുട്ടി ഫേസ് ചെയ്യുന്ന അതേ പ്രോബ്ലംസ്, അതേ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് ആർക്കും ഉള്ളത്, ഓൾഡ് മാൻ, ആ വയസ്സായ ആൾക്കും ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അവൻ്റെ സിറ്റുവേഷൻ, അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹത്തിന് നല്ലവണ്ണം മനസ്സിലാവും. ഓക്കെ, ചോദ്യം. ഈസ് ദ ലിറ്റിൽ ബോയ് ഓർ ദി ഓൾഡ് മാൻ സാറ്റിസ്ഫൈഡ്? വൈ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അതിൽ ആരെങ്കിലും സാറ്റിസ്ഫൈഡ് ആണോ? എന്തുകൊണ്ട്? ഇതാണ് ഉത്തരം വരുന്നത്. ബോത്ത് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ആർ സാറ്റിസ്ഫൈഡ്. രണ്ടുപേരും സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. ദ ബോയ് ഈസ് ഹാപ്പി ആസ് ഹി ഗെറ്റ്സ് ലവ് ആൻഡ് കെയർ ഫ്രം ദ ഓൾഡ് മാൻ. ആ കുട്ടി എന്തുകൊണ്ടാണ് സന്തോഷവാനായത്? അദ്ദേഹം അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുമുണ്ട് അല്ലേ. അദ്ദേഹം അവന് ആവശ്യമുള്ള സ്നേഹവും പരിഗണനയും ഒക്കെ നൽകുന്നുണ്ട്. പിന്നെന്താണ്, ഓൾഡ് മാൻ എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് ആയത്? ദ ഓൾഡ് മാൻ ഈസ് സാറ്റിസ്ഫൈഡ് ആസ് ഹി കുഡ് മേക്ക് ദ ബോയ് ഹാപ്പി. ആ ചെറിയ കുട്ടിയിലൊരു സന്തോഷം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓൾഡ് മാൻ ഹാപ്പി ആയത്, സന്തോഷവാനായത്.
ദ ലിറ്റിൽ ബോയ് ഫെൽ ദ വാംത്ത് ഓഫ് എ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ്. അല്ലേ, ആ ഒരു വയസ്സായ ആ കൈയിൻ്റെ ചൂട് അവൻ അനുഭവിച്ചറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അല്ലേ, ആ സ്നേഹം അവൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഹിയർ റിങ്കിൾഡ് ഓൾഡ് ഹാൻഡ് ഡിസ്ക്രൈബ്സ് ഓൾഡ് ഏജ് ആഡ് എ ഫ്യൂ മോർ വേർഡ്സ്. അല്ലേ, ആ ചുളിഞ്ഞ്, റിങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, ചുളിഞ്ഞ്. അല്ലേ, ചുളിഞ്ഞ് വയസ്സായ ആ കൈകൾ എന്ന് പറയുന്നതിൽ നിന്ന് അദ്ദേഹം വളരെയേറെ പ്രായമേറിയ ഒരു മനുഷ്യനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെയുള്ള ഓൾഡ് ഏജിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് വേർഡ്സാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സ്ട്രെയിൻ ഇൻ മൂവ്മെൻറ്റ്സ്, അദ്ദേഹത്തിന് അല്ലെ സ്ട്രെയിൻ ഇൻ മൂവ്മെൻറ്റ്സ്, അല്ലേ, വയസ്സായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും നടക്കാനും അല്ലേ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ ഇൻ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ലോസ് ഓഫ് ഹിയറിംഗ്, കേൾവിക്കുറവുണ്ടാവും. ലോസ് ഓഫ് സൈറ്റ്, കാഴ്ച കുറയും, കാഴ്ച മങ്ങും. ലോസ് ഓഫ് ടീത്ത്, അല്ലേ, നമ്മുടെ പല്ലുകളൊക്കെ കൊഴിഞ്ഞു പോവും. ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കമൊന്നും ശരിയാവില്ല. പുവർ അപ്പിറ്റൈറ്റ്, അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പിറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിശപ്പില്ലായ്മ. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. പിക്ക് ഔട്ട് ദി ലൈൻസ് ഫ്രം ദ പോം ആൻഡ് റീറൈറ്റ് ദം ഇൻ ഫോം ഓഫ് എ കോൺവെർസേഷൻ. ഈ ലൈൻസ് എഴുതിയിട്ട് എന്താണ്, ഒരു കോൺവെർസേഷൻ പോലെ ആക്കാൻ പറയുന്നുണ്ട്, സംഭാഷണം പോലെ ആക്കാൻ പറയുന്നുണ്ട്. ആൺകുട്ടി എന്താ പറയുന്നത്, സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ ഉണ്ട് കേട്ടോ. സംടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ, അല്ലേ. അപ്പോൾ ആളെന്താ, ഓൾഡ് മാൻ എന്താ പറയുന്നത്, ഇതാണ് ഓൾഡ് മാൻ പറയുന്നത് കേട്ടോ. ഐ ഡു ദാറ്റ് ടു. അപ്പോൾ അടുത്ത വരിയിൽ നിങ്ങൾ എന്ത് എഴുതണം, ഐ ഡു ദാറ്റ് ടു എഴുതണം. ഇനി നെക്സ്റ്റ് ആ ബോയ് പറയുന്നത് എന്താണ്, ഐ വെറ്റ് മൈ പാൻസ്. അപ്പോൾ ഓൾഡ് മാൻ എന്താ പറയുന്നത്, ഇതാ കണ്ടോ, ഐ ഡു ദാറ്റ് ടു എന്നാണ് ഓൾഡ് മാൻ പറയുന്നത്. ഇനി നെക്സ്റ്റ് ആ ബോയ് എന്താ പറയുന്നത്, ബോയ് പറയുന്നത് ഐ ഓഫൺ ക്രൈ, അല്ലേ, ഞാൻ കരയാറുണ്ട്. അപ്പോൾ ഓൾഡ് മാൻ എന്താ പറയുന്നത്, സോ ഡു ഐ. അപ്പോൾ സോ ഡു ഐ എന്നുള്ളത് ഓൾഡ് മാൻ. ഇറ്റ് സീംസ് ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ, അല്ലേ, ഗ്രോൺ അപ്സ് എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താ അദ്ദേഹം പറയുന്നത്, ഐ നോ വാട്ട് യു മീൻ. അത് എടുത്തെഴുതാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഓൾഡ് മാൻ ഐ ഡു ദാറ്റ് ടു എന്ന് പറയുന്നുണ്ട്. ബോയ് ഐ വെറ്റ് മൈ പാൻസ്. അപ്പോൾ ഓൾഡ് മാൻ എന്താ പറയുന്നത്, ഐ ഡു ദാറ്റ് ടു. നെക്സ്റ്റ് എന്താ പറയുന്നത്, ബോയ് ഐ ഓഫൺ ക്രൈ. അപ്പോൾ ഓൾഡ് മാൻ എന്താ പറയുന്നത്, സോ ഡു ഐ. ഇനി ബോയ് ഗ്രോൺ അപ്സ് ഡോണ്ട് പേ അറ്റൻഷൻ ടു മീ. ഓൾഡ് മാൻ എന്താ പറയുന്നത്, ഐ നോ വാട്ട് യു മീൻ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പോമിൽ വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്